ഉണ്ടായി. ഞങ്ങൾ ബാക്ക് സ്റ്റേജ് വന്ന് ചോദിച്ച ആളാണ് മധുര ചേച്ചിക്ക് ഒരു ഡ്രോയിങ് ഉണ്ട് കൊടുക്കണ്ടേ. Thank you so much. Now let's continue with the interactive session. ഹലോ, എൻ്റെ പേര് അനിത. എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമാണ് ചോദിക്കാനുള്ളത്. മെയിനായിട്ട് നസ്ലിച്ചേട്ടനും ചേച്ചിയുടെടുത്തുമാണ്. ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ഉണ്ടായിട്ടുള്ള എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ മെമ്മറബിൾ ആക്കുന്നത് ഞങ്ങളെല്ലാം ഒരു ഹോസ്റ്റൽ ലൈഫായിരുന്നു ഞങ്ങള് ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളെല്ലാം ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ബാച്ചിലർ അല്ലെ, കുക്കിംഗ്, ക്ലീനിങ് എല്ലാം ഒരുമിച്ചാണ്. ഷൂട്ട് കഴിഞ്ഞ് വന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ സെപ്പറേറ്റ് വേറെ ഹോട്ടലിലായിരുന്നു സ്റ്റേ. പിന്നെ അത് മാറി ഇവര് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് സ്ഥലത്തേക്ക് വന്നു. ഞങ്ങൾക്ക് അപ്പോൾ അത് ഓരോ ദിവസവും ആക്ച്വലി ഭയങ്കര അടിപൊളിയായിരുന്നു, മെമ്മറബിൾ ആണ്. പല കോമഡികളുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു സമയമാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിച്ച ആ ഒരു സമയമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്. അതെ, താങ്ക് യു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഫൺ സിറ്റുവേഷൻ പറയാനെങ്കിലും പറഞ്ഞു. ശ്യാമേട്ടാ. ഫൺ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ മുകളിൽ നസ്ലിൻ, ഞാൻ സംഗീത്, താഴെ അഖില, മമിത, പിന്നെ നമ്മുടെ മീനാക്ഷി ഉണ്ടായിരുന്നു. മീനാക്ഷി ഉടൽപ്പണത്തിലേക്കുള്ള മീനാക്ഷി. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ബോയ്സിന്റെ ഇടയിൽ ഉണ്ടായ ഫണ്ട് ഇവിടെ പറയാം. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഷൂട്ട് 1 മാസം ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ ഷൂട്ട്. അപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ പേര് മധു കുഞ്ച് എന്നാണ്. മധു കുഞ്ച് അപ്പാർട്ട്മെന്റ് എന്നാണ്. അപ്പൊ ഞങ്ങൾ അതിനുശേഷം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. മധു സാർ, പഴയ നടൻ മധു സാറിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മധു കുഞ്ച് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി. അതിനകത്ത് ഇങ്ങനെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. ഇപ്പൊ മമിതയുടെ ഫാൻസ് പേജ് ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ തന്നെയാണ്, തമാശക്കുപരി ഭയങ്കര ഒരു ആത്മബന്ധം ഉടലെടുത്തു അല്ലേ? അതായിരുന്നു.